നമ്മൾ എത്രയും നേരത്തെ ജോലി വാങ്ങുന്നു അത്രയും നമുക്ക് അടിച്ചു പൊളിക്കാന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 21ാമത്തെ വയസ്സില് CSE വഴി ക്ലറിക്കൽ തസ്തികയിലേക്ക് കയറുകയാണ് മേഘ. ഡിഗ്രി ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഈ ഡിഗ്രി ചെയ്യുന്നതിന് മുന്നേ നീ ഈ ഒരു ജോലിയെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു ചിന്താഗതിയിലേക്ക് വരാനുള്ള സാഹചര്യം എന്തായിരുന്നു? കൊറോണയാണ് മെയിൻ റീസൺ. CSE വഴി ജോലി നേടുന്ന ഉദ്യോഗാർത്ഥികളെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഏജിന്റെ ഒരു റെക്കോർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പക്ഷെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്ന ഒരാളാണ് ഇന്ന് നമ്മളെ കൂടെ ഉള്ളത്. അതായത് 20 വയസ്സ് കഴിഞ്ഞ് 21ാമത്തെ വയസ്സില് CSE വഴി ക്ലറിക്കൽ തസ്തികയിലേക്ക് കയറുകയാണ് മേഘ. ശരിക്കും പറഞ്ഞാല് ഞാനും 22ാമത്തെ വയസ്സിൽ എനിക്ക് PSC വഴി ജോലി കിട്ടുന്നത്. അപ്പോൾ അതിന്റെ മുകളിലാണ് മേഘയുടെ സ്ഥാനം. ഓക്കെ, അപ്പൊ നോർമലി ഒരു ഉദ്യോഗാർത്ഥി സാധാരണ വന്ന് ഡിഗ്രി കഴിയുന്ന സമയം പോലും ആയില്ല, ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഒരുപാട് പേർക്ക് പ്രചോദനമാണ്, കാരണം എന്ന് പറയുമ്പോഴത്തേക്കും വേറൊരു തലത്തിലും കൂടെ ഇതുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ഈ സ്റ്റോറി അവസാനം വരെ കാണണം കേട്ടോ. ഈ ഡിഗ്രി ചെയ്യുന്നതിന് മുന്നേ നീ ഈ ഒരു ജോലിയെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു ചിന്താഗതിയിലേക്ക് വരാനുള്ള സാഹചര്യം എന്തായിരുന്നു? സാഹചര്യം കൊറോണയാണ് മെയിൻ റീസൺ. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ കൊറോണ എല്ലാം കൊണ്ടുപോയി. പിന്നെ +1 +2 എല്ലാം ഓൺലൈൻ ക്ലാസ് ആയി. ഉഴപ്പി, ക്ലാസ്സും ഇല്ല, ഒന്നും പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അപ്പൊ നഴ്സിംഗ് ഒക്കെ വിചാരിച്ചു വെച്ചിരുന്നു. പിന്നെ ലാസ്റ്റ് +2 ഫൈനൽ പരീക്ഷയൊക്കെ ആയപ്പോ മനസ്സിലായി ഇത് ഒരു രക്ഷയില്ല. തോറ്റില്ല, പേടി വന്നു. അങ്ങനെയാണ് പിന്നെ അമ്മയോട് ഞാൻ ചോദിച്ചു, പെട്ടെന്ന് ജോലി കിട്ടുന്നത് എന്തെങ്കിലും ഉണ്ടോന്ന്. അപ്പൊ അമ്മ ഇത് പഠിച്ച ആളാണ്, ഫീൽഡില് കോച്ചിങ്ങിനൊക്കെ വന്നു. പക്ഷെ അത് എടുത്തു പറയേണ്ട കാര്യമാണ്. അത് വേറൊരു ആസ്പെക്ട് നോക്കുമ്പോഴത്തേക്കും അമ്മയ്ക്ക് കിട്ടാതെ പോയ സ്വപ്നം ആണ് മകളിലൂടെ അമ്മ നേടിയെടുത്തിരിക്കുന്നത്. അമ്മയുടെ പേരെന്താണ്? വിനിത. അമ്മയുടെ പേര് വിനിത. ആദ്യത്തെ സഹകാരിയുടെ ബാച്ചിലുള്ള ഒരാളാണ്. കാരണം ലാസ്റ്റ് ആ ഒരു 39 അല്ലേ, ആ ഒരു ഏജ് ഗ്രൂപ്പിലാണ് ലാസ്റ്റ് ഒരു വർഷം ആയപ്പോഴത്തേക്കും പഠിക്കണമെന്നൊരു തോന്നൽ വിനിതയ്ക്ക് ഉണ്ടായത്. അപ്പൊ ആ സമയത്ത് സഹകാരി വരികയും, പക്ഷെ നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഫസ്റ്റ് എക്സാം കിട്ടിയില്ല അല്ലേ? 2-3 എക്സാം എഴുതുന്നുണ്ടല്ലോ. എക്സാമിന്റെ എണ്ണം കുറഞ്ഞു, കൊറോണ. അതെ, ആ സമയത്ത് കുറവായിരുന്നു. പിന്നെ സഹകാരിയുടെ ബാച്ചിലുണ്ടായിരുന്നു, അപ്പോൾ കിട്ടാതെ പോയതാണ്. അപ്പൊ ആ സമയത്താണ് മകളെ ഈ മേഖലയിലോട്ട് ബിരുദം കൊണ്ടുവരുന്നത്. ഇപ്പൊ ഡിഗ്രി എങ്ങനെ പഠിക്കുന്ന നമ്മള്? ഏത് സബ്ജക്ട്? ബികോം കോർപ്പറേഷൻ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്താണ് നമ്മൾ അടുത്ത എയിം? എന്താണ് അടുത്ത എയിം? കേരള ബാങ്കിന്റെ അടുത്ത ടെസ്റ്റ് അല്ലെങ്കിൽ JSCയുടെ അടുത്ത ടെസ്റ്റ് പിടിക്കുക എന്നുള്ളതിനാണ്. അതിന് ഡിഗ്രി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, ഡിഗ്രി കംപ്ലീറ്റ് ആയാലേ പറ്റത്തുള്ളൂ. അപ്പൊ ഇപ്പൊ എത്ര ബാങ്ക് ലിസ്റ്റ് വന്നു? 21 ബാങ്കുകൾ ലിസ്റ്റിൽ വന്നു. അതൊക്കെ ഹിസ്റ്ററിയാണ്. എത്ര ഒന്നാം റാങ്ക് ഉണ്ട്? 2 ഒന്നാം റാങ്ക് ഹോൾഡറും കൂടെയാണ് മേഘ. ഓക്കെ, ഏതൊക്കെ ബാങ്കിലായിരുന്നോളെ? ഇടയ്ക്കോട് സർവീസ് സഹകരണ ബാങ്ക്, ഇടവ സർവീസ്. അപ്പോൾ കിളിമാനൂര് നിന്ന് വന്ന് അതുപോലെ ശരിക്കും കോഴ്സ് കംപ്ലീഷനിലേക്ക് എത്തുന്നതിന് മുന്നോടിയായിട്ട് തന്നെ എഴുതിയ ബാങ്കുകളിലൊക്കെ ലിസ്റ്റിൽ വന്ന മിടുക്കിയാണ് മേഘ. അപ്പോൾ മേഘയ്ക്ക് ആ ഒരു നമ്മുടെ ക്ലാസിന്റെ സ്ട്രക്ചർ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്തായിരുന്നു ക്ലാസ്സിന്റെ ഓഫ്ലൈൻ ക്ലാസ്? ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയത് മെന്റർഷിപ്പാണ്. കാരണം ഞാൻ മെന്റർഷിപ്പിൽ ഇരുന്ന് ആ ഫോഴ്സും അതെല്ലാം കൊണ്ടാണ് വീട്ടിൽ ഇരുന്ന് പിറ്റേ ദിവസത്തെ എക്സാമിന് വേണ്ടി പഠിക്കുന്നതും, പിന്നെ മെന്റർഷിപ്പിന്റെ ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജ് ഇടുന്നതും ഡൗട്ട് ഇരിക്കുന്നതും. അങ്ങനെ മെന്റർഷിപ്പാണ് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത്. അപ്പോൾ നമുക്കൊരു ഓഫ്ലൈൻ ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു പേഴ്സണൽ മെന്റർ ആണ്. അപ്പോൾ ഒരു ഗ്രൂപ്പിന് ഒരാളുണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ മറ്റേ സംഗീത മത്സരമൊക്കെ ഇല്ലേ, അതേപോലെയുള്ള ഒരു മത്സരം, ഒരു ആരോഗ്യകരമായ മത്സരം ഈ മെന്റേഴ്സ് ഗ്രൂപ്പ് തമ്മിൽ തന്നെ ഉണ്ടാകാറുണ്ട്. അപ്പൊ വീക്കിലി എക്സാമിനേഷന് എത്ര പ്രാവശ്യം ഫസ്റ്റ് ആദ്യം വന്നിട്ടുണ്ട്? വീക്കിലി എക്സാമിന് ഞാൻ ഫസ്റ്റ് വന്നിട്ടില്ല, അതിന്റെ ഇടയ്ക്ക് 5ാമത്തെ റാങ്കിന്റെ അകത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എന്റെ വായിരിക്കും ഇഷ്ടംപോലെ കേട്ട് കാണുമല്ലോ അല്ലേ? ഞാൻ ആ സമയത്ത് പുതിയതായിരുന്നു, അധികം കേട്ടിട്ടില്ല. എണീപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. കരഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ? സ്ട്രോങ് ആയിട്ടുള്ള ലേഡിയാണ്, 20 വയസ്സായോളെങ്കിലും. ഓക്കെ, അപ്പൊ മക്കളേടാ, നമുക്കിപ്പോ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളൊരു ടൈമാണ് ഇനി വരാൻ പോകുന്നത്. അത് നമുക്കിപ്പോൾ AI ഒരു കടന്നുകയറ്റം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുകൊണ്ടിരിക്കുന്നു. പ്രൈവറ്റ് മേഖല ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ നമുക്കിപ്പോൾ IT മേഖലയിലോട്ട് പോകുന്ന ആൾക്കാർക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ഉണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയൊരു ഷിഫ്റ്റാണ് 2020 നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് സെൽഫ് സഫിഷ്യൻ്റ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന കൊച്ചുകുട്ടികൾ, അതായത് 17-18 വയസ്സിൽ എനിക്ക് ഇപ്പോഴേ സെൽഫ് സഫിഷ്യൻ്റ് ആവണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്നാണ്? നമ്മൾ എത്രയും നേരത്തെ ജോലി വാങ്ങുന്നു അത്രയും നമുക്ക് അടിച്ചു പൊളിക്കാന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മീൻസ് നമ്മളിപ്പോ 25 വയസ്സ് വരെയൊക്കെ നമ്മൾ അടിച്ചു പൊളിച്ച് നടന്ന് പിന്നെ ജോലിനെ പറ്റി ശ്രമിക്കുമ്പോൾ നമ്മള് ടൈം പോയി. ഈ ജോലി കിട്ടാൻ ഒരു ടൈം, ആ ടൈം നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ
കിട്ടും, അത് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് എന്താവുക, ജോലി കിട്ടിയാൽ പിടിച്ച് കല്യാണം കഴിപ്പിച്ചല്ലോ എന്നൊരു തോന്നലൊന്നും വേണ്ട ആർക്കും, അല്ലേ? ഇല്ല, ജോലി കിട്ടിയാൽ നമുക്ക് പറയാം ഞാൻ പതുക്കെ കെട്ടുന്നുള്ളൂ, എന്റെ കാര്യം ഞാനല്ലേ നോക്കുന്നത്. ഫ്രീഡം കിട്ടും. അതെ, നല്ല ഫ്രീഡം കിട്ടും നമുക്ക്. നമ്മുടെ കാര്യം നമ്മൾ തന്നെയാണ് നോക്കുന്നത്. സോ നമുക്ക് ഡിസിഷൻസ് എടുക്കാനുള്ള പവർ ഉണ്ടാവും. അപ്പൊ ആ പവർ നിങ്ങൾ എത്രയും പെട്ടെന്ന് അറ്റൈൻ ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ. അതിന് മെച്ചപ്പെട്ടൊരു മേഖലയാണ് സഹകരണ മേഖല എന്ന് തെളിയിക്കുന്ന ഒരാളാണ് മേഘ. അതുപോലെ സഹകരണ ഓഫ്ലൈൻ ക്ലാസ് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. ആ ലിമിറ്റേഷൻസ് എല്ലാം നിങ്ങൾ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും വിജയം.